ഇത് ബ്രിഡ്ജ് we call Putrajaya. Are pink bus. In the side la right rocket. It is sharp or screw rocket. Irka. Aha. So Prime Minister apne pakatla paga pacha building hai left side la. Pacha color building. The green building is our Prime Minister. Again, this place, everyone, everything is a. Oh my God! Today have program. So ange Sreta patingla. Again, left side is our king, like our prime minister. Prime Minister And the pink color. Oh, ഇതാണ് പുത്രജയ. കൊലാലംപൂരിനടുത്തുള്ള പുത്രജയ എന്ന സ്ഥലമാണ്. ഇതാണ് മലേഷ്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഇവിടെ സ്ഥിതി ചെയ്യുകയാണ് ഇപ്പോൾ. കൊലാലംപൂരിൻ്റെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുത്രജയ എന്ന സ്ഥലം അവർ വികസിപ്പിച്ചെടുത്തത്. ഇപ്പം ഗവൺമെൻറ് ഓഫീസുകളും കോടതികളും ഒക്കെ തന്നെ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ മൊത്തം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പുത്ര പള്ളി. അതിൻ്റെ ഡോമാണ് കാണുന്നത്. 116 മീറ്റർ പൊക്കത്തിലാണുള്ളത്. ഇതൊരു ഗവൺമെൻറ് ഓഫീസാണ്. എല്ലാം ഗവൺമെൻറ് ഓഫീസുകളാണ്. നേരെ കാണുന്ന ഒരു പച്ചക്കടലിലുള്ളത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ റെസിഡൻസാണ്. അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. ഇതാണ് മില്ലേനിയം ടവർ. വളരെ ദൂരത്ത് നോക്കിയ ഒരു പെൻസിലിൻ്റെ ആകൃതിയിലാണ് കാണുന്നത്. പക്ഷേ അതൊരു ഹിബിസ്കസ് പുഷ്പത്തിൻ്റെ രൂപമാണ് നമ്മൾ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഏരിയൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൻസിൽ ഷേപ്പിൽ കാണുന്നത് മില്ലേനിയം ടവർ എന്ന് പറയും. പുത്ര പള്ളിക്ക് അടുത്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മാൻമെയ്ഡ് ലേക്കും ഉണ്ട്, പുത്ര ലേക്ക്. ഇവിടെ വെറുതെ കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നാണ് നമ്മൾ ഗൈഡ് പറഞ്ഞത്. 96 ശേഷമാണ് ഈ രൂപത്തിൽ ഇത് മാറി വന്നത്. പ്രൈം മിനിസ്റ്ററുടെ റെസിഡൻസ് ആണ്. കുറേ ദൂരം വരെ നമുക്ക് നടന്ന് അതിൻ്റെ അടുത്ത് വരെ പോകാൻ പറ്റും. Okay, so in the game here, government has event, so coach everything cannot go inside. So we can. അതാണ് കാണുന്നതാണ് പുത്ര പള്ളി. ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ്. ഇത് പിങ്ക് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറയുന്ന മലയ, അറബിക്, ഇസ്ലാമിക് വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാഗ്ദാദിലെ ഒരു പള്ളിയുടെ രൂപസാദൃശ്യത്തിനുണ്ട്. അതുപോലെ തന്നെ മൊറോക്കോയിലെ കാസാബ്ലാങ്കയിലെ പള്ളിയുടെ രൂപസാദൃശ്യവും ഇവിടുന്നുണ്ട്. അതിനെയൊക്കെ അനുകരിച്ചിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 31 മലേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്താണ് എൻ്റെ പരേഡ് നടക്കുന്നത്.